എവിടുന്നാണ് വരുന്നത്? എവിടുന്നാണ്? മുണ്ടേരി. മുണ്ടേരി. ആഹാ. ഈ മുണ്ടേരിയിൽ MLA ഒക്കെ നേരത്തെ ഇടപെട്ടിരുന്ന ഒരു സ്ഥലമാണല്ലേ? പോത്തിൽ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടിരുന്ന ഈ മണ്ഡലക്കാരനുമാണ്, നിലമ്പൂർ മണ്ഡലക്കാരനാണ്. ഞാൻ 13 വയസ്സ് തൊട്ട് SFI കൂടെ വർക്ക് ചെയ്തെടുത്താണ്. അൻവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 കൊല്ലമായിട്ടുള്ള പാർട്ടിയിട്ട് വന്നോ. അപ്പോൾ SFIയിൽ DYFIയിൽ അയ്യമാർക്ക് പാർട്ടി മെമ്പർഷിപ്പിൽ ഒക്കെ ഉള്ള ആളാണ്. അൻവർ പോയാൽ അൻവറിന് പോയി. പ്രസ്ഥാനത്തിനെയാണ് കണ്ടത്, അല്ലെങ്കിൽ വ്യക്തിയെ കണ്ടിട്ട് നമ്മളാരും ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? അൻവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റിയതല്ല. കാരണം എന്താ വെച്ചാൽ CPM പോലെ ഒരു മതോദര പാർട്ടിയെ RSSുമായിട്ട് ബന്ധപ്പെടുത്തുക പറഞ്ഞത് അയാൾ തികച്ചും അയാളെ മനസ്സിൽ ആ വർഗീയതയാണ് അയാൾ പുറത്തേക്ക് പറഞ്ഞത്. നാട്ടിൽ നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ? അയാളെ വെച്ചാൽ ഞങ്ങൾ അവിടെ വന്നിട്ട് വാങ്ക് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി അടക്കം, അതായത് ഏരിയ സെൻറ്റർ അംഗം പ്രീ സയ്യർ അടക്കം, അൻബ്രാക്ക നമുക്ക് ഇനി നിസ്കരിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3-4 യോഗങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ തമ്പുരാട്ടി അല്ലെങ്കിൽ ഞങ്ങളെ ബ്രാഞ്ച് ഓഫീസിൽ എല്ലാവരും മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇനി നിസ്കരിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ആ ടൈമിൽ പൊറാട്ടയും ബീഫും തിന്നുകൊണ്ട് ഹോട്ടലിലിരുന്ന ആളാണ്. അപ്പോൾ എവിടെയായിരുന്നു അയാളെ നിസ്കാരം? അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു വർഗീയതയ്ക്ക് ഒരു മതത്തെ പിടിച്ചിട്ട്. പിന്നെ എന്താ MLAക്ക് ഇങ്ങനെ ഒരു മനസ്സ് മാറാണ്ടായ കാരണം താങ്കൾ കരുതുന്നത്? MLAക്ക് നാട്ടുകാരല്ലേ, നിങ്ങൾക്ക് അറിയാലോ. MLAൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അയാൾ ഒരു കോടീശ്വരനല്ലേ. ഇപ്പം നമ്മളൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. MLA എന്ന് പറഞ്ഞാൽ അധോലോക കള്ളക്കടത്ത്, ഇപ്പോൾ സ്വർണ്ണമായിട്ടുള്ള ബന്ധം ആണ് MLA കൂടുതൽ ആരോപിക്കുന്നത്. ഇപ്പോൾ ഈ ആഫ്രിക്കയിലൊക്കെ പോയി കണ്ട് ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയത് MLA. കഴിഞ്ഞ ഇലക്ഷൻ്റെ തൊട്ട് പുറകെ 15 ദിവസം മുന്നെയാണ് മറ്റേ MLA ഈ നാട്ടിൽ വരുന്നത്. അതിൻ്റെ മുന്നേ ഈ MLAക്ക് വേണ്ടിയിട്ട് പണിയെടുത്തവരാണ് ഞങ്ങൾ. അത് എന്താ വെച്ചാൽ MLA അല്ല ഞങ്ങളുടെ മുന്നിൽ, ഈ പ്രസ്ഥാനമാണ്. പ്രസ്ഥാനം എന്ത് പറഞ്ഞു അത് ചെയ്യാന്നില്ല കടമയാണ് ഞങ്ങൾ ഓരോ പാർട്ടി പ്രവർത്തനം ചെയ്യുന്നത്. അത് അൻവർ പറഞ്ഞ ഒരു രാത്രി കൊണ്ട് മാറ്റാൻ കഴിയുന്നതൊന്നുമല്ല. അൻവർ പോയ അൻവറിന് പോയി. എന്തായാലും അൻവർ പറഞ്ഞ ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെതാണെന്നാണ് നമ്മളിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നത്.